നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖല തട്ടിപ്പിന്റെ കേന്ദ്രമാകുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ പുറത്തുവന്ന തട്ടിപ്പ് പിന്നെയും ആവർത്തിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു ഭാഷാ സിനിമാ മേഖല പോലെ അത്ര വലിയ വിപുലമായ വളർച്ച നേടിയ രംഗമല്ല മലയാള സിനിമാ ലോകം. മലയാളികൾ വളരെ കുറഞ്ഞ പ്രദേശത്ത് മാത്രം ഉള്ളവരാണ്. മലയാളത്തിൽ പുറത്തു വരുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള തിയേറ്റർ സൗകര്യങ്ങളും വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബജറ്റുകളിൽ ഒതുങ്ങി നിന്ന് സിനിമാ നിർമ്മാണം പൂർത്തിയാക്കി മാന്യമായ ലാഭം നേടുന്ന ഒരു ബിസിനസ് മാത്രമാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തായി സിനിമാ പ്രദർശനത്തിന്റെ സാങ്കേതിക സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നതോടുകൂടി ഈ രംഗത്ത് തട്ടിപ്പുകളും വ്യാപകമായി എന്നതാണ് വാസ്തവം. പലതരത്തിൽ സിനിമാ രംഗത്ത് നടക്കുന്ന തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് മലയാളത്തിൽ റിലീസ് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ പുറത്തു വന്ന ശേഷമാണ് സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ പുതിയ കഥകൾ പുറത്തു വന്നത്. അടുത്ത കാലത്ത് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ പേരിൽ അരങ്ങേറിയത്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പടങ്ങൾ പോലും തിയേറ്ററുകളിലെത്തി ആഴ്ചകൾ ഓടിക്കഴിയുമ്പോഴും 10 കോടി രൂപ പോലും കളക്ഷൻ ഉണ്ടാകാതെ മരവിച്ചു നിൽക്കുമ്പോഴാണ് വെറും സാധാ താരങ്ങൾ മാത്രം അഭിനയിച്ച ന്യൂജൻ സിനിമ എന്ന പേരിൽ പുറത്തു വന്ന മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററിലെത്തി ഒരാഴ്ച എത്തുമ്പോൾ തന്നെ 25 കോടി രൂപയുടെ കളക്ഷൻ ഉണ്ടാക്കിയ വാർത്ത പുറത്തു വന്നത്. ആ സിനിമ ഒരു മാസം പിന്നിട്ടപ്പോൾ കളക്ഷൻ 200 കോടിയിലെത്തി എന്ന പ്രചാരണവും ഉണ്ടായി. ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ ചിലർ കേസുമായി കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ സിനിമയുടെ മറുവശത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ സൂചനകൾ പുറത്തു വന്നത്. സിനിമയുടെ കളക്ഷൻ കോടികളുടെ വമ്പൻ തുകയാക്കി പ്രചാരണത്തിൽ വരുത്തി അതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന വിദഗ്ധമായ തട്ടിപ്പ് നടന്നു എന്നാണ് അറിയുന്നത്. ഇതിനു പുറകെയാണ് മലയാള സിനിമാ മേഖല കേന്ദ്രീകരിച്ച് പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുന്ന സിനിമകൾക്കൊപ്പം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് OTT റിലീസ് എന്ന പരിപാടി. പ്രമുഖ ചാനലുകളിൽ സിനിമയുടെ ഡിജിറ്റൽ അവകാശം വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരാത്ത സിനിമകളുടെ നിർമ്മാതാക്കളെ സമീപിക്കുകയും അവരിൽ നിന്നും അഡ്വാൻസായി വലിയ തുക കൈപ്പറ്റുകയും ചെയ്ത തട്ടിപ്പ് സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. ഈ സംഭവം പരസ്യമായതോടുകൂടി ചിലർ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. OTT അവകാശം ഇതുവരെ വിൽപ്പന നടത്താത്ത 200-ലധികം മലയാള സിനിമകളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ നിർമ്മാതാക്കളെ കണ്ടുപിടിച്ചാണ് തട്ടിപ്പ് സംഘം പണം സ്വന്തമാക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് നടത്തുന്ന OTT പ്ലാറ്റ്ഫോമിൽ അവർ 100ഓളം സിനിമകൾ എടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നും അതിനുള്ള ഏർപ്പാടുകൾ ശരിയാക്കാം എന്നും പറഞ്ഞ് നിർമ്മാതാക്കളെ സമീപിച്ച് വലിയ തുക കമ്മീഷനായി വാങ്ങിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇത്തരത്തിൽ നിർമ്മാതാക്കളെ സമീപിക്കുന്ന ചില ഏജന്റുമാർ നിർമ്മാതാക്കളുമായി കരാർ ഉണ്ടാക്കുന്നതായും വിവരമുണ്ട്. സിനിമാ നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡിജിറ്റൽ അവകാശം വിൽക്കാൻ കഴിയാതെ കിടക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കളാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തരം ഏജന്റുമാരുടെ വലയിൽ വീഴുന്നത്. പടത്തിന്റെ ഡിജിറ്റൽ അവകാശം പോലും വിൽക്കാൻ കഴിയാതെ സാമ്പത്തിക വിഷമത്തിൽ നിൽക്കുന്ന നിർമ്മാതാക്കളിൽ നിന്നും വലിയ വാഗ്ദാനങ്ങൾ നൽകി പിന്നെയും പണം തട്ടിയെടുക്കുന്ന ഏജന്റുമാരുടെ വ്യാപകമായ സാന്നിധ്യം കേരളത്തിലുണ്ട് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയ അന്വേഷണത്തിൽ അറിയുന്നത്. ഇതിനു പുറമെയാണ് പുതിയതായി സിനിമ മോഹവുമായി കടന്നുവരുന്ന ചില നിർമ്മാതാക്കളെ വലയിൽ വീഴിക്കാൻ മറ്റ് ചില തന്ത്രങ്ങളുമായി ചിലർ നടക്കുന്നത്. കയ്യിൽ കുറച്ച് പണം ഉള്ളതുകൊണ്ട് സിനിമ നിർമ്മിക്കാം എന്ന് മോഹിക്കുന്നവരെയാണ് ഈ കൂട്ടർ തട്ടിപ്പിനിരയാക്കുന്നത്. സിനിമയുടെ കഥയും മറ്റും റെഡിയാണെന്നും താരങ്ങളുടെ ഡേറ്റ് വാങ്ങലാണ് ഇനി നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കളെ ചിലർ സമീപിക്കുകയാണ്. സിനിമാ മോഹിയായ നിർമ്മാതാവ് ഇവരുടെ വലയിൽ വീഴുകയും സൂപ്പർ താരങ്ങളുടെ വരെ ഡേറ്റും കോൾ ഷീറ്റും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. സൂപ്പർ താരങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മറ്റു പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോയി നിർമ്മാതാവിനെ കബളിപ്പിക്കുന്ന ഈ സംഘവും കേരളത്തിൽ എല്ലായിടത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചുരുക്കത്തിൽ മറ്റു ഭാഷാ സിനിമകളുടെ ലോഗോവുമായി നോക്കിയാൽ വളരെ ചെറിയ മുതൽ മുടക്കിന്റെ ബിസിനസ് മാത്രം നടക്കുന്ന സിനിമാ മേഖലയാണ് മോളിവുഡ് എന്നറിയപ്പെടുന്ന മലയാള സിനിമാ ലോകം. പരമ്പരാഗത സിനിമ പരിചയം നേടിയെടുത്ത വലിയ സിനിമാ കമ്പനികൾ പലതും രംഗം വിട്ടതോടുകൂടി പുതിയ തലമുറയിലെ നിർമ്മാതാക്കളും ചലച്ചിത്ര പ്രവർത്തകരുമാണ് ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത്. ഇതിലാകട്ടെ ഇപ്പോൾ എത്തുന്നതിൽ ഭൂരിഭാഗം പേരും തട്ടിപ്പിന്റെ എളുപ്പമുള്ള മേഖല എന്ന കണ്ടെത്തലോടുകൂടിയാണ് സിനിമയിൽ അഭിനയിക്കാൻ മോഹിച്ചു നടക്കുന്ന സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കളെയും യുവതികളെയും അഭിനയ
അഭിനയിക്കാനും മുഖ്യ റോൾ കൊടുക്കാനും ഉറപ്പ് നൽകിക്കൊണ്ട് നിർമ്മാണത്തിന് വേണ്ട പണം ഇറക്കുന്ന ഏർപ്പാടുകളും ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും മലയാള സിനിമ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തട്ടിപ്പ് വീരന്മാരുടെ ആസ്ഥാനമായി മലയാള സിനിമാ ലോകം മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം.